വഖഫ് വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ആളിക്കത്തുമ്പോൾ വിദ്വേഷ പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് സ്വത്തുകളിൽ പ്രയോജനം ലഭിച്ചത് ഭൂമാഫിയക്കാണ് എന്നും ഭൂമി കൊള്ളയാണ് നടന്നു വരുന്നത് എന്നും മോദി പറയുകയാണ്. ആദിവാസി ഭൂമികൾ ഉൾപ്പെടെ വഖഫ് ബോർഡ് തട്ടിയെടുത്തു എന്നുള്ള ഗുരുതര ആരോപണവും മോദി ഉയർത്തുകയാണ്. ഹരിയാനയിലെ ഹിസാറിൽ ഡോക്ടർ അംബേദ്കർ ജയന്തി ആഘോഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിദ്വേഷ പ്രസംഗം. മുസ്ലിം വിഭാഗം ആദിവാസി സമൂഹത്തിൻ്റെത് ഉൾപ്പെടെ ഭൂമി തട്ടിയെടുക്കുകയായിരുന്നു എന്ന പരാമർശമാണ് മോദി നടത്തിയിരിക്കുന്നത്. വഖഫ് ബോർഡിന് കീഴിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയും സ്വത്തുക്കളുമുണ്ട്. പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും ഈ സ്വത്തുക്കൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല. ഭൂമാഫിയയ്ക്കാണ് ഈ സ്വത്തുക്കളിൽ ഗുണം ലഭിച്ചത്. വഖഫിന്റെ പേരിലുള്ള ഭൂമിക്കുള്ള അവസാനിപ്പിക്കും എന്നായിരുന്നു മോദിയുടെ പരാമർശം. ബംഗാളിലെ മുർഷിദാബാദിൽ അടക്കം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ആളിക്കത്തുമ്പോഴാണ് മോദിയുടെ ഈ വിദ്വേഷ പ്രസംഗം. രാജ്യത്തെ സ്വത്തുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾ സ്വന്തമാക്കുകയാണ് എന്ന് മോദി മുമ്പും വിദ്വേഷം പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പരാമർശങ്ങൾ പ്രധാനമന്ത്രി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് TVK അധ്യക്ഷൻ വിജയ്. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കാണിച്ച് വിജയ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. തമിഴ്നാട് സർക്കാരും DMKയും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഇത്. വഖഫ് ബില്ലിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പാർട്ടി നേതൃയോഗത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തതിനു ശേഷമാണ് വിജയ് കോടതിയെ സമീപിക്കുന്നത് തന്നെ. മുസ്ലിം സമുദായത്തോടുള്ള വിവേചനപരമാണ് ഇത് എന്നും അവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് എന്നും വാദിച്ചുകൊണ്ട് ഈ നിയമത്തെ ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതിക്കെതിരെ പശ്ചിമ ബംഗാളിൽ തുടരുന്ന സംഘർഷത്തിൽ 200 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുർഷിദാബാദ് ജില്ലയിലാണ് സംഘർഷം രൂക്ഷമായത്. മുർഷിദാബാദിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കലാപത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് അർദ്ധ സൈനിക വിഭാഗത്തിനെ നിയോഗിച്ചിട്ടുമുണ്ട്. പോലീസും പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാനാണ് നിലവിൽ ശ്രദ്ധ നൽകുന്നത് എന്ന് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുകയാണ്. ഇതിനിടെ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ ത്രിപുരയിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. ഉനക്കോട്ടി ജില്ലയിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്.